ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ രാവിലെ ചായക്ക് കടി ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ചുടൽ ഏകദേശം കഴിഞ്ഞിരിക്കണം കേട്ടോ, എന്നിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണുക, ലൈക്കും സബും ഷെയറും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഏകദേശം ചുടൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നമുക്കിനി അതിക്ക് ഇതാ ഒരു കറി ഉണ്ടാക്കണം. നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഞാനിതാ വേവിച്ചൊന്ന് ഉടച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊരു സിമ്പിളായിട്ടൊരു കറി കേട്ടോ. കറി പറയാമില്ല, ഒരു നമ്മൾ ഇഷ്ടമൊക്കെ ഉണ്ടാക്കുമല്ലേ അതന്നെ. അപ്പോൾ ഇതാ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായി നമുക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഈ ഉലുവല്ല കേട്ടോ, ഉഴുന്നുപരിപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതിന് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ അധികം എല്ലാവരും ഇത് ഇട്ട് കൊടുക്കും, ഉഴുന്നുപരിപ്പ് അതുപോലെ സാദാ പരിപ്പ് അങ്ങനത്തെയൊക്കെ അവർ ചട്നി ചമ്മന്തി അങ്ങനെ അതിനൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞങ്ങളെ വീട്ടിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കണ്ട് പഠിച്ചതാട്ടോ ഞാൻ. ഇതിപ്പോൾ നമുക്ക് അത് ആദ്യമൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കണ്ട് പഠിക്കുക തന്നെയല്ലേ നമ്മളെല്ലാവരും ചെയ്യണത് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ അമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിങ്ങനെ പഠിച്ചതാട്ടോ. എനിക്ക് ആദ്യമൊന്നും പാചകമൊന്നും തീരെ അറിഞ്ഞിരുന്നില്ല. പിന്നെ നമ്മൾ ഓരോരോ ഐറ്റംസ് നമ്മൾ യൂട്യൂബിൽ തന്നെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പാചകക്കുറിപ്പ്. എന്ത് വിധമാണെങ്കിലും നമുക്ക് യൂട്യൂബ് നോക്കി പഠിക്കാമല്ലോ അല്ലേ ഇന്നത്തെ കാലത്ത്. അന്നൊന്നും ഇപ്പോൾ അതുണ്ടായിരുന്നില്ലല്ലോ. നമ്മളമ്മമാരൊക്കെ നാടൻ വിഭവങ്ങളിപ്പോൾ അവരെ രീതിക്ക് അങ്ങോട്ട് ഉണ്ടാക്കും. അത് നല്ല ടേസ്റ്റും ഉണ്ടാകില്ലേ. പക്ഷേ നമ്മളിപ്പോൾ യൂട്യൂബിൽ എന്തൊക്കെ ഓരോ വെറൈറ്റി ഐറ്റംസുകളാണ് ഓരോരുത്തർ ഉണ്ടാക്കുന്നത്. അപ്പം അതൊക്കെ നമുക്കൊക്കെ നോക്കി പഠിച്ചൊന്ന് ട്രൈ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മളതാ ചപ്പാത്തിക്കുള്ള കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചായ കുടിയിലാണ് കേട്ടോ ഇനി അടുത്ത പരിപാടി. അപ്പോൾ മക്കളൊക്കെ അതാ ചായ കുടിക്കുന്നുണ്ട് അവിടെ. ഞാനും ഇനി ചായ കുടിക്കാൻ നിൽക്കുകയാണ്. ഇനി ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പോൾ പണികൾ പറഞ്ഞാൽ അലക്കലും ഇതും എല്ലാം ഞാൻ കഴിച്ചെന്ന് നേരത്തെ തന്നെ ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് അയിലമീൻ കിട്ടി, അത് പൊരിച്ച് വെച്ചു. അതാ നമ്മൾ കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. കുമ്പളങ്ങ ഇന്നലെ കണ്ടില്ലേ, ആ കുമ്പളങ്ങൻ്റെ ഒരു പീസാണ്. ഒരു പീസ് ഞാൻ അപ്പുറത്തേക്കും കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അയില വാങ്ങിയപ്പോൾ അതിന്ന് 2 വലിയ അയില നോക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കിന്ന് അയിലൊക്കെ ഒന്ന് പൊള്ളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ എന്നുണ്ടല്ലോ ഈ കറിയും പൊരിയൊക്കെ ആയിട്ടില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളിതാ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കുരുമുളകും പിന്നെ കുറച്ച് നാരങ്ങ നീരും ചേർത്തിട്ട് കുറച്ച് മസാല ഇട്ട് കൊടുക്കട്ടോ. ഇത് ആദ്യം ഞാൻ മസാല തേച്ച ചട്ടിയിൽ വെറുതെ ഒന്ന് ജസ്റ്റ് അതിലതാക്കി വെച്ചതാണ് കേട്ടോ. പക്ഷേ ആ മസാല കമ്മിയാണ്, അത് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വീണ്ടും മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നെന്തായാലും നമുക്ക് 2 അയില എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ പൊരിച്ചു. ഞാൻ മീൻ നന്നാക്കിയപ്പോൾ ഇങ്ങനെ ആലോചിച്ചതാട്ടോ. ഇപ്പോൾ വീഡിയോ എന്താ ഇടുക എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഐഡിയ ഇട്ടത്. അപ്പോഴത്തേനും മറ്റേ അയിലകളൊക്കെ ഞാൻ മുറിച്ചു കേട്ടോ, പകുതിയാക്കി. ലാസ്റ്റത്തെ 2 ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അത് മുറിക്കാതെ ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ 2 ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അതിതാ ഞാൻ ഇതുപോലെ ഒരു പാനിലാണ് കേട്ടോ പൊരിച്ച് കൊടുക്കുന്നത്. ഇതിലാകുമ്പോൾ നമുക്ക് എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ അതിൽ തന്നെ അതിലേക്കുള്ള മസാല ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളത് അയിലൊക്കെ നല്ല പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നല്ലോണമൊന്നും പൊരിച്ചെടുത്തിട്ടില്ല കേട്ടോ. ഇനി എന്തായാലും നമുക്കത് എണ്ണ ബാക്കിയുള്ള എണ്ണയ്ക്ക് നമ്മൾ ഉള്ളിയും പച്ചമുളക് കറിവേപ്പില അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഞാൻ മീൻ പൊള്ളിച്ച് കുറേ ഐറ്റം അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്നോ ഒരു കുറേ ഈ കരിമീൻ കൊണ്ട് ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയിരുന്നു. അന്നൊന്നും എനിക്ക് ചാനലൊന്നും ഇല്ല കേട്ടോ. അന്ന് ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കി പൊള്ളിച്ച് ഞങ്ങൾ തന്നെ തന്നെ ചെയ്യാത്തത്. അപ്പോൾ അന്ന് ഉണ്ടാക്കിയത്. പിന്നെ അതിന് ശേഷം ഞാനിങ്ങനെ മീൻ പൊള്ളിച്ചിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓർമ്മ കിട്ടിയപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കണം. തക്കാളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് തക്കാളിയൊക്കെ ഉടഞ്ഞ് വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി കുറച്ച് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാണ്ട്
അപ്പോൾ ഇത് ഞാൻ കുറച്ച് നമ്മളെ ഉലുവ ഉണ്ടല്ലോ അതൊന്ന് വറുത്തിട്ട് ഒന്ന് നമ്മൾ ആ കല്ലിലിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. മീനിലും മസാല തേച്ചതാണല്ലോ, അപ്പോൾ പിന്നെ വല്ലാതെ വേണ്ടല്ലോ ഇത്. അപ്പോൾ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഒരു ചെറിയൊരു പുളിപ്പൊക്കെ വേണ്ടേ മീനാകുമ്പോൾ, അപ്പോൾ അതിനായിട്ട് ചെറുനാരങ്ങൻ്റെ കുറച്ച് ഒരു പകുതി നീരെടുത്തിട്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ മസാല ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഒക്കെ വാടിക്കൊഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് ആ വാഴൻ്റെ ഇല സൂപ്പറാക്കി ഇത് അവിടെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മസാല കൂട്ടം കൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം ഒന്ന് പരത്തി കൊടുത്തിട്ട് നമ്മളെ പൊരിച്ച മീൻ കുട്ടപ്പന്മാർ അതിലിട്ട് കൊടുക്കാം കേട്ടോ. 2 എണ്ണമൊക്കെ ഉണ്ടാക്കും, ചിലപ്പോൾ ഇനി തികയൂലേന്നൊരു ഡൗട്ട്. 2 എണ്ണം ആർക്ക് അടി കൂടുമോ ഇനി ഇതിനായിട്ട്. അപ്പോൾ എന്തായാലും നമ്മളിതാ 2 അയിലകൾ ഇങ്ങനെ നിരത്തി വെച്ചു. ഞാൻ സെപ്പറേറ്റ് ഒന്നൊന്നായിട്ടൊന്നും വെക്കണില്ല, ഇങ്ങനെ ഒന്നിച്ച് വെക്കാം കേട്ടോ. ആകെ 2 എണ്ണമല്ല, അപ്പോൾ ഒന്നീ സെപ്പറേറ്റ് പൊതിയൊന്നുമില്ല. അപ്പോൾ മസാല നല്ല കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ചാണ്ട് പൊതി കേട്ടോ. അപ്പോൾ പാത്രത്തിലുള്ള മസാലകളൊന്നും വെറുതെ വിടില്ല കേട്ടോ. എല്ലാതും ഫുള്ള് നമ്മളെടുത്ത് ഇങ്ങോട്ട് ഒരു പൊട്ട് കയ്യിലും കൂടി നമ്മളെ മസാല ഇല്ല കേട്ടോ. ഫുള്ളായിട്ട് തേപ്പിക്കണം. ഇനി നമുക്ക് നല്ലൊരു കെട്ടി കൊടുക്കാം, അടിപൊളിയായിട്ട് ഫോൾഡ് ചെയ്യാം. അപ്പോൾ 2 ഇലയാണ് കേട്ടോ. അപ്പോൾ നല്ല വലിയ ഇല കിട്ടിയില്ല, വീതിയുള്ളത്. ആദ്യം ഞാൻ ഇല എടുത്തപ്പോൾ അത് കീറിപ്പോയിട്ടോ. നമ്മളെ തൊടുവിലൊന്നുമല്ല, ആരാൻ്റെ തൊടുത്ത വാഴയാണ് കേട്ടോ. അവരെന്നെ ആട്ടൂല, എല്ലാ വാഴയും വെട്ടി നടന്നാൽ. അപ്പോൾ ഇല എടുത്ത് പോന്നു. എന്തായാലും ഇനി അത് ഡബിളാക്കി അടിപൊളിയായിട്ട് നമ്മൾ കെട്ടൊക്കെ കെട്ടി ഇനി ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൽ തന്നെ ഒന്ന് ഇത് വേവാൻ വെക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഒഴിച്ച് കൊടുത്ത് വെളിച്ചെണ്ണ കുറച്ച് പോരാന്ന് തോന്നി. അപ്പോൾ ഞാൻ രണ്ടാമതും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വെച്ചിട്ട് ഒരു 10-20-25 മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചിട്ട് റെഡിയാകണ വരെ കാത്തിരിക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മീൻ പൊള്ളിച്ച് റെഡി ആയിക്കണമെന്ന് തോന്നുന്നുണ്ട്. 2 പുറവും ഞാൻ അപ്പുറം ഇപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അതൊന്ന് പൊട്ടിച്ച് വെക്കാം അല്ലേ. അത് കാണുമ്പോൾ തന്നെ വായിന്ന് വെള്ളം ഇങ്ങനെ വരിക കേട്ടോ. അത്രയ്ക്ക് നല്ല മണം വരുന്നുണ്ട് പൊട്ടിച്ചപ്പോൾ തന്നെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്കതൊന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. ഒരു പുറം നല്ലോണം അയക്കണം കേട്ടോ. ഒരു പുറം അതാണ്ടിലും ഉള്ളിയൊക്കെ നല്ലോണം മുരിഞ്ഞു. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്കത് അതുപോലെ തന്നെ പീസ് എടുത്തതൊന്നും അറിയാത്ത രീതിയിൽ കേട്ടോ മസാലയൊക്കെ തേച്ച് വെച്ച് അങ്ങനെ തന്നെ നമുക്ക് അടച്ച് വെക്കാം. ഇനി അവരൊക്കെ വരുമ്പോൾ പൊട്ടിച്ചേട്ടോ. ഞാൻ എടുത്തതെന്ന് അറിയണില്ലല്ലോ. അപ്പോൾ അതാണ് പറ്റിക്കൽ. ഇടയ്ക്കൊക്കെ ഓരോ പറ്റിക്കൽ വേണ്ടല്ലേ. അപ്പോൾ നമ്മളിതാ അങ്ങനെ അടിപൊളി മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ചെയ്യുക. ഓക്കെ, ബൈ.